അവൻ ഇവിടെ തന്നെ മുതലാളി. ചേട്ടാ ഈ വണ്ടി പോവോ? ഈ വണ്ടി പോവില്ല, ഞാൻ കൊണ്ടുപോകാൻ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ പോണം. ബാംഗ്ലൂർ വിട്ടാലും മതി. അമ്പലത്തിൽ വിട്ടാലും മതി. അങ്ങനെ അമേരിക്ക കൊണ്ടുവിടും. പിന്നെ എന്താണ് വീൽ വെച്ചിറക്കി അങ്ങനെ പാമ്പ് കടിക്കാൻ? എനിക്കൊരു സംശയമില്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവൻ ഇവിടെ തന്നെ ഉണ്ട്. എന്നാ ഞാൻ പിടിക്കും. അതെ, നടക്ക്. ഇത്രയും വലിയ ഹോട്ടലും താമസിക്കാനുള്ള കഴിവൊന്നുമില്ല ചേട്ടക്ക്. സ്വന്തമായിട്ടൊരു വീട് കൂടി ഇല്ലാത്തവനാണ് തേണ്ടി. ഏതോ ഒരു അങ്കിളിന്റെ വീട്ടിലെ തൊഴുത്തിലെ കിടപ്പ്. അവിടെ ആളയച്ചപ്പോ അങ്കിള് തേണ്ടി അവിടെ ഇല്ല. എല്ലാരും കൂടെ ഒത്തുകളിയാണ്. അത് എന്നോട് ഇതവരല്ലേ? കണ്ണാടിയായിരുന്നു. ആ കള്ളപ്പന്നി ഇതിനകത്ത് വാഴ കളിച്ചിട്ടുണ്ട്. ഇത് റൂമിലാണ്, ലിഫ്റ്റാ. കോണിപ്പടി കാണാൻ വെച്ചിരിക്കുന്ന. ഓടിച്ചിട്ട് പിടിയടാ. വാഴ വാടാ. എവിടെ ഇത് വന്നിറങ്ങിയേ? ശുക്രനിലോ? ഓ, ശുക്രൻ തന്നെ. അവൻ എന്തേടാ? എങ്ങാട് പോയിന്നറിയില്ല. ദൈവം വരെ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ കുഴി പിടിച്ച് താഴോട്ട് പോയാ? എല്ലാ മുറികളും തുറന്നു നോക്കിയാലോ? വല്ലവന്റെ മുറി തുറന്നു നോക്കി തല്ലിയിട്ടല്ലേ? ഇത് അവന്റെ കയ്യിലുണ്ടായിരുന്ന പൂവല്ലേ? അവന്റെ അമ്മായിയമ്മടെ പൂ. അവൻ ഇതിനകത്തുണ്ട്. അതെ, വേറെ ആരുടെ കൂടെ അകത്തുണ്ട്. ആരുണ്ടെങ്കിലും എനിക്ക് പ്രശ്നമല്ല. എന്റെ മകളെ ഞാനിന്ന് കൂട്ടിക്കൊടുക്കും. കൂട്ടിക്കൊണ്ടു പോകും. എടാ, ഇനി തട്ടിയിട്ട് കാര്യമൊന്നുമില്ല. മറിക്കേ, ഇത് ഞാൻ ചവിട്ടി പൊളിച്ചിട്ടുള്ള കാര്യമാണ്. ആ ദേ, ആരെങ്കിലും പുറത്തേക്ക് ഓടിയെ പിടിച്ചോളാം. ആരാ നീ? ഓമൻ ചെറിയ തമാശ. കുളിക്കുന്നു. കുളിക്കാനല്ലേ, ഒന്നിച്ച് കുളിപ്പിക്കാൻ. സെക്യൂരിറ്റി, ഞാൻ ടോമങ്കിൾ. എന്റെ മുറിയിൽ ഒരു കള്ളൻ. ഈ വാതിൽ തുറന്നിട്ടിരുന്നാണല്ലോ, പിന്നെ ആരാ അടച്ചത്? മാഡം, അതവിടെ വെച്ചിട്ട് വേഗം പോടോ. ഓരോ ശല്യങ്ങൾ കയറി വരും മനുഷ്യനെ മെനക്കെടുത്താൻ. ഹലോ. ട്രെയിൻ എടുക്കാൻ പിന്നെ വരാം. അവന്റെ ഒരു കിന്നാരം. പാമ്പിന്റെ ജന്മായി. കാശ് ഞാൻ നാളെ കാലത്ത് തരാം. ഇന്നിപ്പോ ഉച്ചയായില്ല, ഇനി കാലത്താക്കാൻ പറ്റുമോ? കാലത്ത് വിളിച്ചാ ഇന്ന് പണ്ടാറടക്കാൻ. ഇനി ഇത് ഓൺ ചെയ്യണില്ല. ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചോന്റെ അമ്മയ്ക്ക് ആദ്യം വിളിക്കണം. ദിസ് ഈസ് ടു മച്ച്. ഒരു സ്റ്റാർ ഹോട്ടലിൽ ഒരു കള്ളം വന്ന് തല്ലുകയും ബാത്റൂം വരെ വലിഞ്ഞു കയറി വരികയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാ ഐ വിൽ കോൾ ദ പോലീസ്. ഞാൻ ഇപ്പൊ ഇവിടുത്തെ എസ് പിയെ വിളിക്കും. സാർ പ്ലീസ്, പോലീസ് എത്തിയാൽ ഞങ്ങൾക്ക് മോശമാണ്. എങ്കിൽ എല്ലാ മുറിയും ഒന്ന് ചെക്ക് ചെയ്യണം. 100-200 മുറികളുണ്ട് ഇവിടെ. എല്ലാ മുറിയിലും സാറിനെയും കൂടി ചെന്ന് ഇയാളാണോ കള്ളൻ ചോദിക്കാൻ പറ്റും. ആളിവിടെ എവിടെയെങ്കിലും കാണും. ആളെ കണ്ടാ എങ്ങനെ ഇരിക്കും? കണ്ടാൽ ഒരു മിന്നായം പോലെ കണ്ടതല്ലേ ഉള്ളൂ. ഒരു കാറ്റു പന്നിക്ക് മീശ വെച്ചതുപോലെ ഒരു അങ്ങനത്തെ ഒരു മീശ എവിടെ കണ്ടാലും ഞങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ അയാളെ എവിടെ കണ്ടാലും ഒന്ന് ഫോൺ ചെയ്താൽ മതി. അവൻ ഇനി എണീറ്റ് നടക്കാനാകാത്ത നിലയിലാക്കിയിട്ട് ഞങ്ങൾ വിടും. കുറുപ്പ് സാറിന് ഇപ്പൊ അവന്മാരുടെ കൈ കിട്ടിയ കുറുപ്പ് സാറിന്റെ കാര്യം പോക്കാം. ഈ മീശ പഠിച്ചാൽ പിന്നെ കളവന്റെ കളവിയുടെ മുമ്പിൽ ചെന്ന് പെടാതിരുന്നാ പോരെ. ഈ 12-ാം തീയതി മാലയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലൊരു ബന്ധം ഇനി കിട്ടുമോ? കല്യാണപ്പെട്ട് ഒളിച്ചോടിന കാര്യം പുറത്തറിഞ്ഞ പിന്നെ ഈ ജീവിതത്തിൽ അവളുടെ കല്യാണം നടക്കുമോ? ഇപ്പൊ തന്നെ ഏതോ കീണിക്കോണം അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കാണെന്ന് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. 12-ാം തീയതിക്ക് മുമ്പ് മാല ആരും അറിയാതെ പന്തലിലെത്തിക്കണം. ഇല്ലെങ്കിൽ എന്റെ മാനം പോകണം. എന്താ അടുത്ത പരിപാടി? ഡാൻസും ഗാനമേള. എവിടെ? നിന്റെ അമ്മായിയമ്മയുടെ 2-ാം കെട്ടിന് പോയി റൂം എടുക്കടാ. എവിടെ റിസപ്ഷൻ? ഓ, റിസപ്ഷൻ വേണമെങ്കിൽ ടൗൺ ഹാളിലോ TDM ഹാളിലോ എവിടെ വേണം വെക്കല്ല. ആദ്യം കല്യാണം നടക്കട്ടെ, പിന്നല്ലേ റിസപ്ഷൻ. ഇങ്ങോട്ട് നോക്കിയേ, ഹോട്ടൽ റിസപ്ഷൻ. മുറി എടുക്കണമെങ്കിൽ ഹോട്ടൽ റിസപ്ഷനിൽ പോണം. അതെവിടെന്നാ ചോദിച്ചത്? പോയി നോക്കടാ. സാർ എക്സ്ക്യൂസ് മീ, യുവർ 110. ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? ഒരു മിനിറ്റ്, എന്റെ ആരും പുറത്തു പോയിട്ടില്ലല്ലോ. എക്സ്ക്യൂസ് മീ. ഹലോ, ആരാണ്? നീ അബ്ദുള്ള കണ്ട? ഇല്ല, ഞാൻ കണ്ടില്ല. അയാൾ 10 വർഷമായിട്ട് ഹോട്ടലിലേക്ക് വരും.
ആളെ തിരിച്ചറിയാനായിട്ട് പോവായിട്ട് നിൽക്കാണ് ഞാൻ പറഞ്ഞേക്കണേ. കാശ് നീ മേടിച്ചോളാം, എനിക്ക് വരാൻ പറ്റില്ല. അല്ല നീ ഇപ്പൊ എവിടെയാണ്? ഞാനോ? ഹലോ 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 അബ്ദുള്ള പൂവായിട്ട് നിൽക്കുന്നതാണോ ഞാൻ പൂവായിട്ട് നിൽക്കണമെന്നാണോ പറഞ്ഞത്? കൺഫ്യൂഷൻ ആക്കിയല്ലോ. ഇവൻ ഏത് രാജ്യത്താണ് ഇന്റർനാഷണൽ കോൾ വിളിച്ചത്? അവരെ വെറുതെ വിട്ടാൻ പറ്റില്ല. സർ, forward 20. Quick. ഒരു മാരേജുമായി ബന്ധപ്പെട്ട് വൺ മിസ്റ്റർ കെ ടി മാത്യുவோட റൂം എടുത്തിട്ടുണ്ടോ? 1 minute sir. കയ്യിൽ പൂവ്. ഇയാളാവൂ അബ്ദുള്ള. ഞമണിയുടെ ഫ്രണ്ട് മാലന്റെയിലുണ്ട്. ഞമണിയുടെ ഫ്രണ്ട് മാലന്റെയിലുണ്ട്. മാല എവിടെയുണ്ട്? മാല എന്റെ കസ്റ്റഡിയിലുണ്ട്. മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വിഷമം ഇല്ല. തോന്നില്ല. വിലപേശൽ നടക്കില്ല. ഇതൊരു ബിസിനസ് മാത്രമാണ്. ബിസിനസ്സാ? അതെ, അത്രമാത്രം കഷ്ടപ്പെട്ടത് അടിച്ചോണ്ടത്. ഇതാരാ? ഇതൊക്കെ എന്റെ ആളുകളാ. എന്തായാലും ഇതിലും കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്നേ. മാലയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ വൻ ഗ്രൂപ്പ് ഉണ്ട്. കാശാണ് അവരുടെ ലക്ഷ്യം. ഓടക്കാൻ നിന്നാ സംഗതി കുലുമാലാവും. പിന്നെ പോലീസും പത്രക്കാരുമായിട്ട് നാട് മുഴുവൻ അറിയും. അതോടെ പെണ്ണിന്റെ കല്യാണം മുടങ്ങും, ജീവിതവും പോക്കാവും. കാശെങ്കിൽ കാശ് കൊടുത്ത് ഒതുക്കാൻ നോക്ക്. ഒരുപാട് കാശാവും. എന്ത് തീരുമാനം? അപ്പോഴേ എങ്ങനെയാ കച്ചവടം? തൽക്കാലം 25,000 അഡ്വാൻസ് തന്നാ മതി. ബാക്കി കൈമാറ്റം നടന്ന ശേഷം. കൊടുക്കാന്ന് പറ സാറേ. നിന്റെ അപ്പന്റെ കാശല്ലേ വേഗം എടുത്തു കൊടുക്കാൻ? പറ്റൂലെങ്കിൽ പറ്റൂലെന്ന് പറഞ്ഞോ. ആഹാ. പറയണ വിലക്ക് എടുത്തോളാന്നൊക്കെ പറഞ്ഞിട്ട് ബോംബെ ആൾക്കാർ വന്നിട്ടുണ്ട്. എന്താണ് ഇത് ചില്ലറ പാർട്ടിയല്ല. ബോംബെയിലേക്ക് പെണ്ണുങ്ങളെ കയറ്റിയേക്കുന്ന വലിയ ഗ്രൂപ്പാണ്. പെൺവാണിപം. രാഷ്ട്രീയക്കാർ വരെ ഇവന്മാരുടെ പുറകിലുണ്ട്. അടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. മേലേക്ക് നോക്കണ്ട, സമ്മതിച്ചോ? ഈശ്വര, ഒരു തന്തയ്ക്ക് ഗതികേട് വരരുത്. കച്ചവടം ഉറപ്പിച്ച് വേറെ ആയിരിക്കും കൊടുക്കലേട്ടാ, ഞാൻ വാങ്ങിച്ചോളാം. പിന്നെ പണം ബാക്കി മുറിയിൽ വെച്ച് സംസാരിക്കാം. അല്ല, ഇവിടെ റൂമുണ്ടോ? 222. എപ്പോഴാ വരണ്ടേ? ഒരു 6:30 വന്നേക്ക്. സർ, ഇവിടെ ഈ പേരിൽ എൻട്രി ചെയ്തിരിക്കുന്ന മുറിയിൽ ആരും ഫോൺ എടുക്കുന്നില്ല. എന്താ സാർ കാര്യം? ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട്. സാർ, അവരെ ആളുകളൊക്കെ റെസ്റ്റോറന്റിലുണ്ട്. നമുക്ക് അവിടെ ചെന്ന് അന്വേഷിച്ചാലോ? കം വിത്ത് മീ. ഒരു കൊറിയർ ഉണ്ട്. Yeah. സർ, ഒരു കൊറിയർ ഉണ്ട്. കൊടുത്തേക്കട്ടെ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ആഹാ, അതിനിടയ്ക്ക് ഫോട്ടോസ് ഒക്കെ കിട്ടിയോ? നോക്കട്ടെ. ഇത് കണ്ടോ മാത്തച്ഛ, നമ്മൾ രണ്ടാളും. ആഹാ, ഇത് വലിയൊരു ബന്ധത്തിന്റെ തുടക്ക. എനിക്കിതൊന്ന് എല്ലാവരും ചെയ്തു തരണം. ശരി സാർ, സാർ വെച്ചോളൂ. ഞാൻ ഒന്നും. നിങ്ങൾ രണ്ടാളും ഇവിടെ നിൽക്കണ്ട. ഞങ്ങള് വെറുതെ രസംകുല്ലികളാവും. ചെറുക്കനും പെണ്ണും അവരവരുടെ ജീവിതം അവരെന്നെ നിശ്ചയിക്കട്ടെ. വാ. മാത്തച്ഛ, ഒരു കാര്യം പറയാനുണ്ട്. കഴിയുമെങ്കിൽ മതി. 22 ലക്ഷം ക്യാഷായിട്ട് കൊടുത്തതാ. പള്ളിയിലും പാർട്ടിക്കും ഡാൻസിനും ഹോട്ടലിലും കൊടുത്തപ്പോ ഒന്ന് ടൈറ്റായി. കുഴപ്പമില്ല, ബാങ്കിൽ നിന്ന് TT അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 4 ദിവസം അടുപ്പിച്ചൊഴിവായതില് ഞാനൊന്ന് കുടുങ്ങി. കല്യാണത്തിന് 2 ദിവസം മുമ്പ്, അതായത് വ്യാഴാഴ്ച ഞാൻ പറഞ്ഞ തുക തന്നേക്കാം. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഓ വേണ്ട, ഇപ്പൊ വലിയ അത്യാവശ്യമൊന്നുമില്ല. ഒന്നിങ്ങി വന്നേ, ഒരു കാര്യം പറയട്ടെ. ഒരു മിനിറ്റ്. വേണ്ട വേണ്ടെന്നൊന്നും ഇപ്പൊ എഴുന്നള്ളിക്കണ്ട. അവസാനം ഒന്നും ഇല്ലാണ്ട് കൈ വീശി പോകേണ്ടി വരും. ഇപ്പൊ